So I have seen Muslims in India not liking Gandhi much. But Gandhi actually was a Muslim appeasement man, right? Why they still don't like him? See, ഒരു കാര്യം പറയാം. ഇപ്പൊ ഗാന്ധി ആയാലും മോദി ആയാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെഹ്റു ആണെങ്കിലും ഈ ഒരു ഇസ്ലാം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മതവും ഒരു രാഷ്ട്രീയവും കൂടിയാണ്. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ആണ് ഇസ്ലാം. അപ്പൊ ഈ അവരുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നതിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത്, പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ മതമാണ്. അപ്പൊ ഒരു ഇസ്ലാമിസ്റ്റിന് വേറൊരു മതത്തിൽപ്പെട്ട ഒരാൾ ഇനി എത്ര സംഭവമാണെന്ന് പറഞ്ഞാലും അയാളൊരു കാഫറാണ്, അല്ലെങ്കിൽ അയാളൊരു സ്വർഗത്തിന് അവകാശിയല്ല, സത്യവഴിയിൽ വന്നവനല്ല, ദീനിന്റെ മാർഗത്തിൽ വന്ന ആളല്ല, അയാളൊരു നജസ്സാണ്. അല്ലേ? നജസ് എന്ന് പറഞ്ഞാൽ മാലിന്യം എന്ന് വേണേൽ പറയാം. മലിനം. ഇതൊരു അടിസ്ഥാനമായിട്ടൊരു പ്രോഗ്രാമാണ്, ഒരു ഡിഫോൾട്ട് പ്രോഗ്രാമാണ്. ഇതിനെ പല ആളുകളും ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അടുത്തുള്ള ആളുകളുമായിട്ട് സഹകരിച്ചുകൊണ്ടും ഇതൊന്നും കാര്യമാക്കാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതും ഒരു കാര്യമാണ്, അതും ഒരു വസ്തുതയാണ്. വലിയൊരു പോപ്പുലേഷൻ ആണെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അടിസ്ഥാനപരമായി ഈ ഐഡിയോളജി വെച്ച് നോക്കുമ്പോൾ അന്യമതത്തിൽപ്പെട്ട എല്ലാവരും മുശ്രിക്കുകളും നജസ് തന്നെയാണ്. കാഫറുകളുടെ കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ജ്യൂസ്, അത് ക്രിസ്ത്യൻസ്, ഇവരെയൊക്കെ ശപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ തന്നെയാണ് അതിനകത്തുള്ളത്. അപ്പം ഒരു ശരാശരി ഇസ്ലാം ഫോളോ ചെയ്യുന്ന ഒരാൾക്ക്, ഒരു അന്യമതക്കാരന് ഇനി എത്ര വലിയ മറുപ്പ് ചെയ്താലും ഉള്ളിൻ്റെ ഉള്ളിൽ അതിനോടൊരു ഇതാവില്ല. പിന്നെ ഇഫ് ദേ സപ്പോർട്ട് ദം, ലൈക്ക് നമ്മളുടെ ഈ ഹമാനസരെ പോലെയോ അല്ലെങ്കിൽ എണ്ണതേപ്പ് ടീമുകളെ പോലെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരെപ്പോഴും കൂടെ കൂടും. അത് ഒരു ടാക്റ്റിക്കാണ്, ഒരു തക്കിയാണ്. അങ്ങനെ കൂടെ കൂട്ടിയ ആളാണ് ഗാന്ധി. അങ്ങനെ കൂടെ കൂട്ടുന്ന ആളാണ് നെഹ്റു. നെഹ്റുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകളൊക്കെ ഭയങ്കര വാചകമൊക്കെ പറയും. പക്ഷെ ആക്ച്വലി ദേ കനോട്ട് ലൈക്ക് ഹിം, ദേ ഡു നോട്ട്. ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ അന്യമതങ്ങളിൽപ്പെട്ട ഒരു പൊളിറ്റിക്സ്. BJPയോട് എന്തുകൊണ്ടാണ് ഒരു ശരാശരി മുസ്ലിമിന് എതിർപ്പ് വരുന്നത്? BJPയുടെ ധനകാര്യ നിയമങ്ങളോ സാമ്പത്തിക നയങ്ങളോ അല്ലെങ്കിൽ BJPയുടെ വിദേശ ഒന്നുമല്ല. ജസ്റ്റ് ലൈക്ക് BJP ഒരു ഹിന്ദു ബേസ്ഡ് ആയിട്ടുള്ള പാർട്ടിയാണ്, ഹിന്ദുക്കളുടെ കോസ് അല്ലെ ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന പാർട്ടിയാണെന്നുള്ള ഒറ്റ കാരണമാണ് അടിസ്ഥാനപരമായിട്ട് ഒരു ഡിഫോൾട്ട് പൊസിഷനാണ്. അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഗാന്ധി എന്തൊക്കെ പണി ചെയ്താലും, ഗാന്ധി എത്ര മറുപ്പ് നടത്തിയാലും, ഗാന്ധി ജിന്ന തന്നെ വിളിച്ചിട്ടുണ്ട് ഗാന്ധി, യു ആർ ഓൺലി എ ഹിന്ദു ലീഡർ, യു ആർ എ ഹിന്ദു ലീഡർ. നെഹ്റുവിനെയും വിളിച്ചു. നെഹ്റുവിനൊക്കെ ഭയങ്കര നാണക്കേടായിപ്പോയി. പക്ഷെ കാര്യമില്ല, ഇത് തന്നെ സംഗതി.